ചെറിയ കുഞ്ഞിന് പനിയും നീരൊക്കെ ആയിട്ട് ഇന്നലെ രാത്രി അത് ഉറങ്ങിയിട്ട് തന്നെയില്ല. മൂത്ത കൊച്ചിനെ സ്കൂളിലാക്കിയിട്ട് ഞാനും വൈഫും കൂടെ കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ കാണിച്ച് തിരിച്ചു വരുമ്പോൾ അവർ ബസ് സ്റ്റോപ്പിൽ വിട്ട് ഞാൻ ഷെൽട്ടറിലേക്ക് പോയി. ഇന്ന് 4 പേരാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നത്. മലപ്പുറം പുത്തനത്താണി എന്ന സ്ഥലത്ത് ഒരു കാർ അരയിലൂടെ കയറിയിട്ട് പകുതി ജീവനാക്കിയിട്ടുണ്ട് ഒരു ഡോഗ്. അതിനെ കൊണ്ടുപോകണം. അതുപോലെ തന്നെ 2 ദിവസമായിട്ട് ഫുഡ് കഴിക്കാൻ കുറച്ച് വിഷമം കാണിക്കുന്ന ഒരു ലാബ്, അതുപോലെ ഒരു ഡാഷ്. പാലക്കാട് കഞ്ചിക്കോട് എന്ന് പറഞ്ഞ സ്ഥലത്ത് മുഖത്ത് ട്യൂമറായ നിലയിൽ നമ്മൾ റെസ്ക്യൂ ചെയ്തൊരു ഡോഗ് ഉണ്ട്. അവൻ്റെ 2ാമത്തെ കീമോൺ ഇന്ന്. അവന് നമ്മളൊരു പെട്ടോട്ടർഷ വാടകയ്ക്ക് എടുത്തിട്ട് അതിലാണ് കൊണ്ടുപോകുന്നത്. ബാക്കിയുള്ളവരെ നമ്മുടെ ഒമിനിയിൽ പുതിയ വണ്ടി വെൽഡിംഗ് പണി കഴിഞ്ഞ് കിട്ടുന്നവരെ 24 മണിക്കൂർ 12 മണിക്കൂർ വർക്ക്ഷോപ്പിൽ കയറി നമ്മുടെ ഒമിനി തന്നെയാണ് ശരണം. രാവിലെ മുതൽ ഇന്ന് നല്ല മഴയാണ് ഇവിടെ. ഒരുപാട് ആളുകൾ നമ്മളെ റെസ്ക്യൂ ആവശ്യങ്ങൾക്ക് വേണ്ടി വിളിക്കാറുണ്ട്. പല കോളുകളും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റാറില്ല. ഞാൻ എപ്പോഴും എല്ലാ വീഡിയോസിലും അതുപോലെ തന്നെ പോസ്റ്റായിട്ടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, എല്ലാ റെസ്ക്യൂ ആവശ്യങ്ങളുണ്ടെങ്കിൽ ഡോഗിൻ്റെ ഫോട്ടോ, ജില്ല, സ്ഥലം, അതുപോലെ എന്ത് സംഭവിച്ചു എന്നുള്ളത് ജസ്റ്റ് എനിക്കൊന്ന് വാട്സപ്പിൽ അയച്ചാൽ മതി എന്നുള്ളത്. പലരും അത് അനുസരിക്കാറില്ല, ശ്രമിക്കാറില്ല. അതുകൊണ്ട് തന്നെ അവരുടെ കോളുകൾ നമുക്ക് എടുക്കാനും പറ്റാറില്ല. അപ്പോൾ ഇനിയെങ്കിലും അത് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തുള്ള ഓട്ടങ്ങളുടെ ഇടയിൽ നിങ്ങളുടെ കോളുകൾ എടുക്കാൻ പറ്റാത്തത് കൊണ്ട് മാത്രമുള്ള ഒരു വിഷമമാണ്. അല്ലാണ്ട് വേണമെന്ന് വെച്ചാൽ നമുക്ക് ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യമില്ല. അപ്പോൾ എന്തായാലും നമ്മൾ ഇവരെ കൊണ്ടൊക്കെ തിരിച്ചെത്തിയിട്ടുണ്ട്. അതുപോലെ നമ്മൾ പാലക്കാട് നിന്ന് റെസ്ക്യൂ ചെയ്തിട്ടുള്ള മുഖത്ത് മുറിവ്